അത് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിക്കുന്നു. My dearest sisters and brothers, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, all my colleagues who are here with me today, എൻ്റെ കൂടെ ഇന്നിവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, I thank you from the bottom of my heart for the love you have given me. നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Every single moment since I have set foot here in Wayanad, I have only felt your love and affection, and you have welcomed me into your homes, into your hearts like one of your own. വയനാട്ടിൽ എപ്പോഴാണോ ഞാൻ കാലെടുത്ത് വെച്ചത് അന്നു മുതൽ നിങ്ങളുടെ സ്നേഹമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്, സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The first day when I came here, I was going to my hotel and my car was stopped by some men and they wanted to talk to me, and one of them said he was from the army and he said that his mother wanted to see me. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ പോകുമ്പോൾ വഴിയിൽ കാറ് നിർത്തിയിട്ട് അവിടെ 3-4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു അദ്ദേഹം ആർമിയിൽ നിന്നുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. So I said, take me home. So we walked to his house, and as I entered his home, I saw his mother standing there, and she didn't know I was coming, but she saw me, her face lit up with joy, and she hugged me and held me close to her as if I was her own daughter. അതില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയ്ക്ക് എന്നെ കാണണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശരി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. രാത്രിയായ സമയമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നെന്ന്. പക്ഷെ എന്നെ കണ്ടപ്പോൾ അമ്മയുടെ ആ സന്തോഷം കൊണ്ട് മുഖത്താകെ തെളിച്ചായി. എന്നെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. ഞാൻ അമ്മയുടെ മകൾ എന്ന പോലെ ആ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. And then she took me inside her home. She made me sit down. Her name is Frizia. And she put her rosary in my hand. ആ അമ്മ എന്നെ കൈ പിടിച്ച് വീട്ടിനകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട്, ഫ്രേസിയ എന്നാണ് അമ്മയുടെ പേര്, ആ അമ്മയുടെ കയ്യിലുള്ള കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. And she said, give this to your mother from me. എന്നിട്ട് ആ കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അമ്മ എന്താ പറഞ്ഞെന്നറിയോ, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. And that was my first day, my first evening of coming to Wayanad. I was coming to file my nomination. In that first moment, you accepted me, brought me to your home, gave me even a rosary for my mother. You have really touched my heart. ശരിക്കും അത് ഞാൻ വയനാട്ടിൽ വന്ന ആദ്യത്തെ ദിവസമാണ്. നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന ആ വൈകുന്നേരം നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു കൊന്ത തന്നു, എൻ്റെ അമ്മയ്ക്ക് നൽകാൻ ഒരു കൊന്ത തന്നു. ആ അനുഭവം ശരിക്കും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു അനുഭവമാണ്. But I was not surprised because I know the history of Wayanad. പക്ഷെ അത് ആ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് അതിശയം ഉണ്ടായില്ല. കാരണം എനിക്ക് വയനാടിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാം. I know how the people of Wayanad have always stood for what is right. എനിക്കറിയാം എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും എല്ലാ കാലത്തും എന്താണോ ശരി അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. In some ways you represent everything that is good about our country. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വയനാട്ടുകായ നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്ത്, ഇന്ത്യയിൽ ഏറ്റവും നല്ലതായിട്ട് എന്താണോ ഉള്ളത് അതിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് വയനാട്ടിലെ നിങ്ങൾ. You have a deep history. Your indigenous people fought against the British. നിങ്ങൾക്കൊരു ആഴമുള്ള ചരിത്രമുണ്ട്. ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ്. And you have always lived in harmony. അത് മാത്രമല്ല നിങ്ങൾ എല്ലാ കാലത്തും സാഹോദര്യത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചിട്ടുള്ളത്. No matter which religion you have belonged to, you have lived as brothers and sisters. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, വയനാട്ടിലുള്ള ജനങ്ങൾ നിങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. And these are the teachings of all our religious leaders, whether it was Sri Narayan Guruji, whether it was our great earlier leaders before that, or our gurus. They have all taught that we should live in harmony, there should be equality, and everybody should move forward and progress together. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മതത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ നേതാക്കളുടെ സന്ദേശം. ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നേതാക്കളോ അതുപോലെയുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചുള്ളത്. ഇതാണ് എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടും ഐക്യത്തോടു കൂടി ഏത് മതത്തിൽപ്പെട്ടവരായാലും ജീവിക്കണം എന്ന സന്ദേശമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. These are the same values
on which our freedom movement was led by Mahatma Gandhi ji. ഇതേ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും തുല്യതയുടെയും ഒക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചതും മുൻപോട്ട് കൊണ്ടുപോയതും. He was inspired to fight for the truth by the Bhagavad Gita. അദ്ദേഹത്തെ സത്യത്തിന് വേണ്ടി പോരാടാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഭഗവത്ഗീതയാണ്. And by the Holy Quran. അതുപോലെ തന്നെ ഹോളി ഖുറാനിലെ മൂല്യങ്ങളും അദ്ദേഹത്തിന് പ്രചോദനം നൽകി. And he was deeply inspired by Lord Jesus' Sermon on the Mount. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ, യേശുദേവന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടു. In fact, if somebody embodied what is written in the Bible in Corinthians 13, that whatever you do, unless you have love in your heart, it is of no value, it was Mahatma Gandhi. ബൈബിളിൽ കൊറിന്ത്യൻസ് 13 പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ അതിനൊരു മൂല്യമില്ല എന്ന് പറയുന്ന ആശയം ഏറ്റവും അധികം അർത്ഥവത്തായി ഉൾക്കൊണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. And so when India became a free nation, it was those same values on which the Constitution of India was based. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. The values of love, equality, truth, justice, secularism, this was the basis of our nation. സത്യം, സ്നേഹം, തുല്യത, സമത്വം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പടുത്തുയർത്തിയിട്ടുള്ളത്. And decades later today, our fight is for those values. ഇന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ദശാബ്ദങ്ങൾ കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം ഇതേ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. You, the people of Wayanad, have shown the country the way. നിങ്ങള് വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള വഴി. A massive campaign was unleashed against my brother to tarnish his reputation. Lots of money, lots of resources were poured into that campaign. എന്റെ സഹോദരന്റെ പ്രതിച്ഛായ, എന്റെ സഹോദരന്റെ സത്പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് പൈസ ഉപയോഗിച്ച്, ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്ത് വലിയൊരു പ്രചരണം തന്നെ നടക്കുകയുണ്ടായി. And there was a time where everybody was turning their back on him. ഒരു സമയമുണ്ടായിരുന്നു എന്റെ സഹോദരനോട് ഈ ലോകം മുഴുവൻ എതിർത്ത, ലോകം മുഴുവൻ പുറംതിരിഞ്ഞു നിന്ന ഒരു സമയമുണ്ടായിരുന്നു. And that is when all of you, each one of you who voted for him, who supported him, who loved him, who gave him courage and affection, stood for what is right. ഈ ലോകം മുഴുവൻ എന്റെ സഹോദരനോട് പുറംതിരിഞ്ഞു നിന്ന സമയത്താണ് വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയത്. What everybody is seeing today, you saw then, 5 years ago. ഇന്ന് എന്റെ സഹോദരനിൽ ഇന്ന് എല്ലാവരും കാണുന്നത് എന്താണോ അത് നിങ്ങൾ 5 വർഷം മുമ്പ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പറയുകയാണ്. Today the whole world recognizes that this one man is standing for the truth. He is fighting for the truth and he has the courage to keep fighting no matter what happens to him. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഈ ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. എന്ത് സംഭവിച്ചാലും സത്യത്തിന് വേണ്ടി പോരാടാനുള്ള ധൈര്യവും കരുത്തും അദ്ദേഹത്തിനുണ്ടെന്ന് ഈ ലോകം മുഴുവൻ ഇന്ന് പറയുമ്പോൾ വയനാട്ടുകാർ നിങ്ങൾ അത് 5 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞു. But my sisters and brothers of Wayanad, you recognized this man and you recognized his fight much before everybody else did. എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരൻ്റെ ഈ മനുഷ്യൻ്റെ പോരാട്ടം, ഈ മനുഷ്യൻ എന്താണെന്നുള്ളത് ലോകം മുഴുവൻ തിരിച്ചറിയുന്നതിന് മുമ്പ് വയനാട്ടുകാരായി നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. And you made a bond with him of love and trust and loyalty that is in his heart. നിങ്ങൾ അദ്ദേഹത്തോട് സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധം നിങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ബന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഒരു ബന്ധമാണ്. He and all of us in his family are deeply, deeply grateful to you for what you did for him. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത്, വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത് അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരോടും നിങ്ങളോട് എന്നെന്നും കടപ്പെട്ടിരിക്കുന്നവരായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. It is you who gave him the courage to walk
4,000 kilometers across India in the name of unity and peace. ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് കൊടുത്തത് വയനാട്ടുകാരായ നിങ്ങളാണ്. I am his sister, so I can tell you how sad he was to leave you. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അതുകൊണ്ട് എനിക്കറിയാം വയനാട്ടിലെ നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നപ്പോൾ, നിങ്ങളെ ഉപേക്ഷിച്ചു പോകേണ്ടി വരാൻ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയായ എനിക്കറിയാം. And for me, there is no greater example than what kind of relationship people and their leaders should have than the relationship between Rahul and you. രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉപരിയായി ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതിന് എനിക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. Because when politics becomes only about being powerful, only about staying in power by any means, whether it is dividing people, spreading hatred, spreading anger, creating situations like you have seen in Manipur and in other states, then the whole basis of politics becomes completely wrong. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് വിധേയം അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, അധികാരം നേടുന്നതിന് വേണ്ടി ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, നിങ്ങൾ മണിപ്പൂരിൽ കാണുന്നത് പോലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റായി മാറുന്നു. When there is no respect for people, those very people who have put you in power, those very people who have put you in the position to be a minister or an MLA or an MP or a prime minister, when you lose respect for those very people, then you lose respect for the nation and for the country. നിങ്ങളെ മന്ത്രിയാക്കിയ, നിങ്ങളെ MLA ആക്കിയ, നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയ ജനങ്ങളോട്, ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള ബഹുമാനം, നിങ്ങൾക്ക് അടിസ്ഥാന ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള അടിസ്ഥാനപരമായ ബഹുമാനമാണ് നഷ്ടപ്പെടുന്നത്. Today all of us standing on this stage in front of you know in our hearts that we can't stand here unless you support us. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അറിയാം, നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആഴത്തിൽ അറിയാം. This is not our greatness or our power that we are standing here. It is your greatness, it is your power that we are reflecting back to you. ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഇത് നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ശക്തിയും മഹത്വവും പ്രതിഫലിപ്പിച്ച് നിങ്ങളിലേക്ക് തരികയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്യുന്നത്. But what are we seeing in our country? What kind of politics are we seeing today? For the last 10 years, what is it that we have all witnessed? പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ എന്തിനാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്? We have witnessed complete disrespect for the people of India. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് പൂർണ്ണമായ ബഹുമാനമില്ലാത്ത ഒരു അവസ്ഥയാണ്. All the policies that the BJP government, Modi ji's government are making are being made for the benefit of his 5 or 6 big businessmen friends. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും അദ്ദേഹത്തിന്റെ 5ഓ 6ഓ ബിസിനസ്സുകാരായ വ്യവസായികളായ സുഹൃത്തുക്കളുടെ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ 5ഓ 6ഓ ബിസിനസ്സുകാരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Policies are not made to benefit you. നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ രാജ്യത്തെ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. There is no compassion for farmers. Here you have a tradition of agriculture, and agriculture is the basis of your community, and yet you are continuously promised MSP for your crops and you don't get it. ഇവിടുത്തെ കർഷകരോട് യാതൊരു അനുതാപവും അനുകമ്പയുമില്ല. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായ നിങ്ങൾക്കൊരു കൃഷിയുടെ പാരമ്പര്യമുണ്ട്, കാർഷിക വൃത്തിയുടെ പാരമ്പര്യമുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു മിനിമം താങ്ങുവില വാഗ്ദാനം നൽകുകയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. Tribal peoples and farmers are under attack across the country. ഈ രാജ്യം മുഴുവനും നമ്മുടെ കർഷകരും ആദിവാസികളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Their lands are given to big business people. വലിയ വലിയ ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക് ആദിവാസികളുടെ ഭൂമി എടുത്തു നൽകിക്കൊണ്ടിരിക്കുകയാണ്. And there is no thinking on how to make jobs for you, how to increase employment, how to give you better access for health, for education and all those needs
that the government should be providing for. നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടുതൽ തൊഴിൽ നൽകുക, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുക, ഇതിനെപ്പറ്റി ഒന്നും ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല. You were promised MSP for rubber, you still don't get it. You were promised a medical college. The board has been put up in front of the hospital saying it's a medical college, but there are no facilities there. നിങ്ങൾക്ക് റബ്ബറിന് താങ്ങുവില നൽകാമെന്ന് പറഞ്ഞു, നൽകിയിട്ടില്ല. നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം. അവിടുത്തെ ആശുപത്രിയുടെ മുൻപിൽ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഇതുവരെ നൽകിയിട്ടില്ല. And when there is no respect for people and there is no respect for the strength that people give you, then politicians wake up in the morning and decide to make whatever rules they want and you have to abide by them. ഇപ്പോ ജനങ്ങളോട് നിങ്ങളോട് ബഹുമാനമില്ലാത്തപ്പോൾ, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ രാഷ്ട്രീയക്കാര് രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരികയാണ്. അത് നിങ്ങൾക്ക് അനുസരിക്കണം. അതാണ് ഇന്നത്തെ സാഹചര്യം. So all of a sudden you have demonetization, പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഈ രാജ്യത്ത് നോട്ട് നിരോധനമുണ്ട്, which affects deeply all these small businesses. അത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ബാധിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെയും വ്യാപാര സ്ഥാപനങ്ങളെയുമാണ്. All of a sudden you have multiple GST, different taxes on different things that confuse you, that create more and more problems in your business. അത് മാത്രമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് GST, ചരക്ക് സേവന നികുതി പോലെയുള്ള പല പല നികുതികൾ ഉണ്ടാവുന്നു. നിങ്ങളെ എല്ലാവരുടെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന പല പല നികുതികൾ ഉണ്ടാവുന്നു. All of a sudden a zone is declared ESA and villages are put into that zone without any proper reasoning or planning, and you have to abide by new rules. അത് മാത്രമല്ല, പെട്ടെന്ന് ഒരു ദിവസം പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ച് കുറെ ഗ്രാമങ്ങളെ അതിലേക്ക് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണവുമില്ല, നിങ്ങളെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. There is so much that can be done here. Tourism can be developed so much more. വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ വിനോദസഞ്ചാരം ഇനി ഒരുപാട് നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. Health facilities, education facilities can be improved, access can be improved. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. I know you have a huge issue of human-animal conflict. Everybody should sit down, find solutions which work for all sides. എനിക്കറിയാം, നിങ്ങൾക്കിവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനുണ്ട്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. I know my brother has worked hard to pressurize both the state government and the central government to provide facilities and to do many of these things. എനിക്കറിയാം, ഈ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തന്നാലാവുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. But the starkest example of a flawed politics is that when Wayanad went through such a terrible tragedy, when Rahul and I came here, I met with people who had lost their whole families, young children whose whole families had been wiped out, families whose whole livelihood, their homes, everything had been washed away by the landslide. It was a tragedy that even shook us up so much, and we travel around the country, we see so much pain, so much suffering. But it shook us because we have never seen such a great tragedy happen in such a small area where so many families have been affected all at once. വയനാട്ടിൽ നടന്ന നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം, ഒരു വലിയ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ വലിയ ദുരന്തം നടന്ന രാഹുലും ഞാനും ഇവിടെ വന്നപ്പോൾ മനുഷ്യരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യര്, കുഞ്ഞുങ്ങള് എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട മനുഷ്യർ, ഇത് ഞങ്ങളെ ആകെ ഉലച്ചു. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. ഈ ദുഃഖം കാണുമ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്തുണ്ടായ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി രാഹുലിനെയും എന്നെ ഇവിടെ വന്നപ്പോൾ വല്ലാതെ ഉലച്ചു കളഞ്ഞു. And the Prime Minister also came here during that tragedy. He also met those victims. But he did not send the funds that were required to help them. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നു. അവിടെ ദുരന്തബാധിതരായ ആളുകളെ കണ്ടു, അതിജീവരെ കണ്ടു. പക്ഷെ അവർക്ക് വേണ്ട കൃത്യമായ സഹായം, സാമ്പത്തിക സഹായം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇതുവരെ. And so I go back to sister standing here. I go back to the Corinthians 13. It says that if you do acts of goodness but you don't have love in your heart, then you are just a clanging cymbal.
ഞാൻ അവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് പോയി, അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിനോട് പോയിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കൊറിന്ത്യൻസ് 13 പറഞ്ഞ 13 പറയുന്ന ആ വാചകം പറയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്നേഹമില്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് യാതൊരു അർത്ഥവുമില്ല, അത് വെറും ഒരു പ്രതീകം മാത്രമായി മാറുകയാണ്. And what bigger symbol of this can it be that the Prime Minister comes here, he meets the victims of the tragedy, he promises them he is going to help, and then for months he does not send the funds to help them. അതുപോലെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏത് വേറെ ഉദാഹരണം വേണം? പ്രധാനമന്ത്രി ഇവിടെ വന്നു, ഈ ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിച്ചു, അവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു, പക്ഷെ ദിവസങ്ങൾ മാസങ്ങളായിട്ടും ഇതുവരെ അവർക്ക് വേണ്ട സഹായം കൊടുത്തിട്ടില്ല എന്നതിൽ പരം മറ്റൊരു ഏത് ഉദാഹരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? So this strain of politics that is prevalent in the country today, in which only power matters and people do not matter, needs to be changed. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം, അതില് ജനങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത, അധികാരത്തിന് മാത്രം പ്രാധാന്യമുള്ള ഈ രാഷ്ട്രീയം, ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം മാറിയേ പറ്റൂ ഈ രാജ്യത്ത്. You need to remind the country, you need to remind the leaders of the BJP that it is the people who have power in a democracy. നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കണം, BJPയെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കണം, ഒരു ജനാധിപത്യത്തിൽ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണെന്ന് BJPയും ഈ രാജ്യത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. And your greatest power is your vote. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ്. This is the power the Constitution has given you to change your futures. നിങ്ങളുടെ ഭാവി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ശക്തിയാണ് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത്. I want to help you to chart a new future for yourselves. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഭാവി രൂപവൽക്കരിക്കാൻ, അതിന് വഴിയൊരുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I want to reach out to as many of you as I can, come to your homes, understand your issues, understand the depth of your problems. I want to know which are the biggest issues and how we can tackle them and how we can move forward to pressurize the governments to act on your behalf. എനിക്ക് എന്നാൽ ആവുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നിങ്ങളെ നേരിട്ട് കാണണം. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, നിങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഗവൺമെന്റുകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ എനിക്ക് ആവുന്നത് ചെയ്യാൻ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. We don't have a government in the center and we don't have a government in the state. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നമുക്കിപ്പോൾ ഗവൺമെന്റ് അധികാരത്തിലില്ല. But we have the strength of your voice. And I can raise your voice at every platform. I can raise your voice in parliament. I can ask for what you want, demand for your needs on every platform possible. നമുക്ക് രണ്ട് ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് നിങ്ങളുടെ ശബ്ദത്തിന്റെ കരുത്തുണ്ട്. ആ ശബ്ദത്തിന്റെ കരുത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സാധ്യമായ ഏത് വേദിയിലും ഉയർത്താനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടാനും എനിക്ക് സാധിക്കും. For me your love is sacred. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വയനാട്ടുകാരുടെ സ്നേഹം എന്ന് പറയുന്നത് പരിപാവനമായി, പുണ്യമായി ഞാൻ കരുതുന്നു. Each one of you is a responsibility for me. Each one of you is a duty. Each one of you symbolizes a trust and faith that you are placing in me, and I will not let you down. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ ഒരിക്കലും വയനാട്ടുകാരായ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I see so many young girls and boys the age of my own children. I know how you are well educated. Your parents have worked hard to educate you. ഇവിടെ ഞാൻ ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണുന്നത് എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ്. എനിക്കറിയാം നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. And for me it would be a mission to provide you, to help you to get a better future for yourselves. ഇവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കി എടുക്കുക എന്നത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. Like that little girl there, I would like to see her grown up and independent and earning for herself. അവിടെയുള്ളൊരു ചെറിയ പെൺകുട്ടിയെ കണ്ടോ? ഞാൻ അവൾ വളർന്ന് വലുതാകുമ്പോൾ സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കി സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I look forward to a journey with you
of understanding, of respect, and of fighting for whatever you want and whatever you feel are your strongest needs over here. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള മനസ്സിലാക്കലിൻ്റെ, ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു യാത്ര. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് കഴിയുന്ന വിധത്തിൽ പരിഹാരം കണ്ടെത്താൻ വയനാട്ടുകാരോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒരു യാത്രയിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. Thank you for your love and affection, and thank you for waiting for me here today and for listening to me. നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വളരെയധികം നന്ദി. എന്നെ കാത്തുനിന്നതിനും എന്നെ ശ്രവിച്ചതിനും കേട്ടതിനും വളരെയധികം നന്ദി. I am very grateful to you. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി. Saying that I am speaking too long. Should I speak less? No. Hard touch. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്.